ലാൽ എന്താണ് സംഭവിക്കുന്നത് ലാൽ അവിടെ? അതായത് സജ്ജീകരണങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിലുള്ളത്. മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സന്ധ്യയെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. സന്ധ്യ പുറത്തെത്തിക്കുന്ന ദൗത്യം ഏകദേശം വിജയമായി എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ കഴിയും. റോഷി അഗസ്റ്റിനോട് തന്നെ ചോദിക്കാം. ഒരാളെ പുറത്തെടുക്കാൻ കഴിഞ്ഞു. എന്തോ സന്ധ്യ പുറത്തെടുത്തു. ഇപ്പോൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ആരെയും കുഴപ്പമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് നമുക്ക് ബീഫ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ട. ഡോക്ടർ നോക്കി പരിശോധിച്ചിരുന്നു. ഇപ്പോൾ ആദ്യം നമുക്ക് ഏതൊരു അടിമയിലേക്ക് തന്നെ എത്തിക്കേണ്ടി വരും. താലൂക്ക് ആശുപത്രി എത്തിച്ചതിന് ശേഷം നമുക്ക് ഇമ്മീഡിയറ്റ് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അങ്ങോട്ടേക്ക് പോയി ഏത് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമായതെല്ലാം ചെയ്യും, ഇമ്മീഡിയറ്റ് ചെയ്യും. ഇവിടുന്ന് ഇപ്പോൾ നിലവിൽ സന്ധ്യ പുറത്തേക്ക് കൊണ്ടുവരും. അതിൽ അവരുടെ കാലിന് മാത്രമുള്ള ഒരു പരിക്ക് ഉള്ളതായിട്ടാണ് മനസ്സിലാകുന്നത്. ഏകദേശം 4 മണിക്കൂറായല്ലോ, വേറെ കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല. സന്ധ്യയെ പുറത്തേക്ക് വരികയാണ്. ഉന്മേഷ്, ദൗത്യം സന്ധ്യയെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം വിജയം കണ്ടിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട ദൗത്യം, 10 മണിക്ക് ആരംഭിച്ച ദൗത്യമാണ്. ഇപ്പോൾ ഏകദേശം 3:15 അടുക്കുന്ന സമയത്ത് സന്ധ്യയെ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വിജയകരമായ കാര്യം. അവർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പ്രത്യേകിച്ച് കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ആ പരിക്കോട് കൂടിയാണ് അവരെ നിലവിൽ താലൂക്ക് ആശുപത്രിയിലേക്ക്, അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവിടെ എത്തിച്ച ശേഷം മറ്റെന്തെങ്കിലും വിദഗ്ധ ചികിത്സ, ഏതെങ്കിലും തരത്തിലുള്ള വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളടക്കം ചെയ്യും എന്ന കാര്യം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉറപ്പിക്കുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ, അവരുടെ ജീവനും മറ്റ് അപായങ്ങളൊന്നുമില്ലാതെ തന്നെ അവരെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെയും അതോടൊപ്പം ഫയർഫോഴ്സിൻ്റെ, NDRFൻ്റെ, പോലീസിൻ്റെ എല്ലാവരുടെയും ശ്രമം, ആ ദൗത്യം വിജയം കണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ സന്ധ്യയെ മറ്റ് വലിയ പരിക്കുകളൊന്നുമില്ലാതെ തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് നാട്ടുകാരുടെ കൂടി വിജയമാണെന്ന് പറയാം. കാരണം ഒരു നാടിൻ്റെ ഒത്തായ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് നിലവിൽ ഇപ്പോൾ സന്ധ്യയെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നത്. അതും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു. എന്നിട്ട് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമീകരണങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഈ മൺതിട്ടകൾ അപ്പുറത്തോട്ട് മൺ വീണ് കിടക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് എത്തിച്ച് അവിടെ നിന്ന് ആംബുലൻസിലാണ് നിലവിൽ കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വഴിയും മറ്റു കാര്യങ്ങളുമെല്ലാം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ബിജു ഇപ്പോൾ വീടിനകത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണുള്ളത്. നേരത്തെ തന്നെ ഡോക്ടർമാരടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. അതായത് ബിജുവിൻ്റെ ഭാഗത്ത് നിന്ന് റെസ്പോൺസുകൾ ഒന്നും ഉണ്ടാകുന്നില്ല, ബിജുവിന് പ്രതികരിക്കാൻ കഴിയുന്നില്ല, മറ്റ് ഹാർട്ട് ബീറ്റ് അടക്കമുള്ള കാര്യങ്ങളും ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബിജുവിൻ്റെ കാര്യത്തിലുള്ള ഹോപ്പ് വളരെ കുറവാണ് എന്ന കാര്യം പറഞ്ഞു. അതേസമയം നേരെ മറിച്ച് സന്ധ്യയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല സാഹചര്യങ്ങൾ. കുറെ കൂടി പൾസ് ഉണ്ടായിരുന്നു, പ്രതികരിക്കുന്നുണ്ടായിരുന്നു, ചോദ്യങ്ങളോട് പ്രതികരിച്ചു. ഒരു ഘട്ടത്തിൽ വെള്ളം വരെ ചോദിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സന്ധ്യയുടെ ശാരീരിക അവസ്ഥയിൽ അവർക്ക് വെള്ളം കൊടുക്കുന്നത് അവരുടെ ജീവന് അപകടമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് വെള്ളം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാണെങ്കിലും തൽക്കാലം നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ച് അവിടെ ചികിത്സ നൽകി, പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധമായ ചികിത്സ ആവശ്യമാണെങ്കിൽ, അത് എവിടെയാണെങ്കിലും ഏത് ചികിത്സയാണെങ്കിലും അത് ഉറപ്പാക്കും എന്ന കാര്യമാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉറപ്പ് നൽകിയിരിക്കുന്നത്. 10 മണിക്ക് ആരംഭിച്ച രക്ഷാദൗത്യമാണ് 3:15 പൂർത്തിയാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.